Hi friends, welcome to Sheznika's recipe book. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സ ആണ്. നമുക്ക് ബ്രെഡ് കൊണ്ട് തന്നെ പിസ്സ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഓവൻ ഒന്നും വേണ്ട. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ബട്ടൺ അത് കാണും. ഇനി നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് 4 ബ്രെഡ് നമുക്ക് പാനിൻ്റെ സൈസ് ഇതാക്കിയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ 2 എഗ്ഗ്. ഇത് പിന്നെ നമുക്ക് ബ്രെഡ് എത്ര എടുക്കണം അതിൻ്റെ അനുസരിച്ചിട്ട് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുട്ട. പിന്നെ ഒരിഗാനോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇത് പെപ്പർ പൗഡർ, സോൾട്ട്, ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മളിത് ഫ്രൈയും കൂടെ ചെയ്യും. പിന്നെ ബട്ടർ, മിൽക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒണിയൻ, ഒലിവ്, ഇത് പിസ്സ സോസാണ്. പിസ്സ സോസ് പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്. ടൊമാറ്റോ സോസിൽ കുറച്ച് ഒരിഗാനോ മിക്സ് ചെയ്യുക, അത് പിസ്സ സോസാണ്. പിന്നെ മോസറല്ല ചീസ്. ഇനി നമുക്ക് ഒരു എഗ്ഗിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കണം പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ആദ്യം എഗ്ഗ് എടുക്കുക. നമുക്കൊരു ബൗളിലേക്ക് എഗ്ഗ് പൊട്ടിക്കുക. 2 എഗ്ഗും പൊട്ടിക്കുക. എഗ്ഗ് പൊട്ടിച്ചിട്ട് സോൾട്ട് ഇടുക. സോൾട്ട് ഇട്ടതിന് ശേഷം പെപ്പർ ഇട്ട് കൊടുക്കുക. ഇനി മിൽക്ക് ഒരു ടേബിൾ സ്പൂൺ മതി. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഇതിലിട്ട് ഫ്രൈ ചെയ്യും. കുറച്ച് മാത്രം ഓയിൽ മതി. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ചൂടാക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നന്നായി ഫ്രൈ ആയി കിട്ടി, നല്ല ക്രിസ്പിയായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ബട്ടർ വേണം. അപ്പോൾ ബട്ടർ നമുക്ക് ആദ്യം ഒരു സ്പൂണിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്ക് ഇടുക. രണ്ട് ടേബിൾ സ്പൂൺ വേണം.
ഇനി നമുക്ക് പാന് ചൂടായിട്ടുണ്ട്. ബട്ടറൊക്കെ നേരത്തെ ഉണ്ടാക്കിയ എഗ്ഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്താണ് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ജെന്റിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരു സ്പാട്ടിൽ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് നന്നായി പ്രസ് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് മറിച്ചിട്ടു. നമുക്കിതിൽ നമ്മൾ പിസ്സ സോസ് ഇടാം. സോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫുള്ളിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓണിയൻ ഇട്ടതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒലിവ്സ്. ഒലിവ്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.